ആശുപത്രി എവിടെ പോവാ? ഇങ്ങോട്ട് വരാൻ. ഞാനില്ലെന്ന് പറഞ്ഞില്ല. ഇവിടെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് പറ്റില്ലാന്നോ? എടാ അറിയാ വിനോദ്, എനിക്ക് കഴിക്കാൻ പോയിട്ടാ. രാവിലെ മോട്ടോർ ബൈക്ക് സ്കിറ്റ് ചെയ്തൊന്ന് വീണതാ. അതോ വല്ല പുള്ളികൾ ഇടിച്ചു വീഴ്ത്തിയാണോ? ഞാൻ കൈയൊന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയത്. നോക്കട്ടെ. അയ്യോ, നിന്റെ കൈയുടെ കാര്യം പോക്കാണോ? സിഗരറ്റ്? നോ താങ്ക്സ്. ഒരു സിസ്റ്ററോട് വരാൻ പറയും. ശരി സർ. പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തി? ഞാനിപ്പോ ഈ സ്റ്റേഷനിലല്ലേ. അല്ല, നിന്റെ വിദേശവാസമൊക്കെ കഴിഞ്ഞ് നീ എന്നെത്തി? ഡാഡി മരിച്ചപ്പോ ഇങ്ങോട്ട് പോകും, പിന്നെ പോയില്ല. ഇനിയിപ്പോ ഇവിടെ ഒതുങ്ങിക്കൂടാന്ന് വെച്ചു. നീ എങ്ങനെ ഒതുങ്ങിക്കൂടുന്ന സ്വഭാവക്കാരനല്ലല്ലോ. അതൊക്കെ അന്തക്കാലം. ഇനിയിപ്പോ ഒതുങ്ങാൻ പറ്റുമോ? ഒതുങ്ങിയില്ലേ ഒതുക്കാനാണ് ഞാനിപ്പോ ട്രാൻസ്ഫർ ആയി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പണ്ടും നീ എന്നെ ഒതുക്കാൻ കുറെ ശ്രമിച്ചിട്ടുള്ളതാ. അന്ന് എനിക്ക് യൂണിഫോം ഇല്ലായിരുന്നു. ഇന്ന് അതല്ല, നിന്നേക്കാൾ കൊലകൊമ്പന്മാരെ ഞാൻ ഒതുക്കിയിരിക്കുന്നു. പിന്നെയല്ലേ നീ. എടാ മോനെ, ഇത് വിനോദാ. അല്ല, എന്നെ നിനക്ക് പണ്ടേ അറിയാമല്ലോ. പിന്നെ നിന്റെ ആ പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ആ സിസ്റ്റർ, മീറ്റ് മൈ ഫ്രണ്ട് മിസ്റ്റർ രാജൻ, ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറാണ്. നമ്മുടെ SI സാർ ബൈക്കിൽ നിന്നൊന്ന് വീണു, കൈക്കൊരു മുറിവുണ്ട്, ഒന്ന് ഡ്രസ് ചെയ്യണം. പിന്നെ ഒരു എക്സ്റേ കൂടെ എടുത്തോളൂ. ഇപ്പൊ ഒന്ന് ക്ലീൻ ചെയ്ത് ഡ്രസ് ചെയ്യാം. ഒരു 3-4 ദിവസം കൊണ്ട് ഡ്രസ് ചെയ്യേണ്ടി വരും. ദിവസവും ഇതൊക്കെ ചെയ്യാൻ ആർക്കാടാ സമയം? നിനക്കിവിടെ ദിവസവും വന്ന് ഡ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ആരെയും വീട്ടിലോട്ട് അയക്കാം. സാറിന് VIP ട്രീറ്റ്മെന്റ് ഒന്നില്ലെങ്കിലും മോശമല്ലേ? താങ്ക് യു. വൈദവേ, നീ എവിടെയാ താമസിക്കുന്നത്? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാടക വീട്ടില്. നമ്മുടെ പഞ്ചായത്തിന്റെ വീട്ടില്? ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആദ്യം നമുക്ക് എക്സ്ട്രാ എടുത്തിട്ട് വരാം. സാറിനെ കാണുന്നില്ലല്ലോ, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വന്നാലോ? വാ. ഞാൻ പറഞ്ഞില്ല കാര്യം എന്നാ നീ അങ്ങനെ നല്ലിന്റെ അവിടെ? സാരമില്ലെന്നേ, നിങ്ങൾ തമ്മിൽ കാണുമ്പോ തീരുന്ന സംഗതിയല്ലേ ഉള്ളൂ. ഞാൻ വരില്ലടോ. വാമേ, ഇയാള് പിന്നെ അതാ ഞാൻ പോയി നോക്കിയിട്ട് വരാം. അപ്പി ശശല പറഞ്ഞത് കോട്ടവാതി. ചങ്ങളി, എടാ കുരിശേ, ഇനി വന്നടാ. എന്തേ? നിന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്. എന്തുട്ടാ പറ്റിയേ? അവനെ വല്ല പുള്ളികളും തല്ലി കയ്യും കാലം ഒടിച്ച് നോബടി ആക്കിയ? അതല്ലടാ, SI സാറിന്റെ കൂടെ വന്നതാ. നീ നിന്റെ ചേട്ടനെ കാണുന്നില്ലേ? പിന്നെ എനിക്ക് വേറെ പണിയില്ലേ? ഒരു ചേട്ടൻ വന്നിരിക്കണേ, നത്തിങ് ഡൂയിങ്ങനെ ഒരു ചുക്കും ചെയ്യില്ലേ? എടാ, നിങ്ങൾ തമ്മിലുള്ള വഴക്കൊന്ന് മാറ്റി കൂടെടാ. വഴക്ക് മാറ്റാനായിട്ട് മൂന്നാമനായി കുഞ്ഞപ്പേട്ടനെ അയച്ചതായിരിക്കും അല്ലേ? പോയി ചത്തുപോകുന്ന മനുഷ്യരാ, ഇങ്ങനെ വഴക്കം പിണക്കായിട്ടൊന്നും ഇരിക്കരുതേ. പിന്നെ അവൻ പോലീസായിരിക്കും, ചാക്കുണ്ണി അറ്റൻഡറും. പക്ഷെ കാക്കിയേക്കാൾ വെയിറ്റ് കൂടുതൽ എപ്പോഴും വൈറ്റിന്. ദാറ്റ് ഈസ് എ സൈക്കോളജിക്കൽ ഡിഫക്ട് ഓഫ് ദി ഫോഴ്സ് ഓഫ് ദി ബ്യൂം. നീ ഇതൊക്കെ പറഞ്ഞോണ്ട് നടന്നു. എന്നെങ്കിലും ഒരിക്കൽ നിന്റെ ചേട്ടന്റെ കാലിൽ നീ പിടിക്കേണ്ടവരും അന്ന് അവൻ എടുത്തിട്ട് ചവിട്ടും, മനസ്സിലായിക്കോ? പിന്നെ ചവിട്ടാനായിട്ട് ഞാൻ എന്താ പട്ടിയെ പൂച്ചാൻ വെച്ചാണ്? അവന്റെ പവറേ അവന്റെ അമ്മയുടെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുള്ളൂ. നീ ഇനി വന്നേ. നീ വരാനേ എനിക്ക് പറ്റില്ലാന്നോ? ഗീതയോ? എന്താ തമ്പി വീണ്ടും വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഇല്ല, ഡോക്ടർ പറഞ്ഞിട്ട് വന്നതാണ്. സാറിന്റെ കൈ ഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓ, ഞാനത് മറന്നു. ആരെങ്കിലും ഹോസ്പിറ്റലിൽ നായക്കാന്ന് പറഞ്ഞിരുന്നു. ഗീതയാവോന്ന് വിചാരിച്ചില്ല. വരും. തുടങ്ങാമല്ലോ.
ഗീതയ്ക്ക് ഇങ്ങനെ ഇവിടെ വന്ന് ഡ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇത് ഞങ്ങളുടെ ജോലിയില്ലേ സാർ? ഞാൻ പോട്ടെ. ചായ കുടിച്ചിട്ട് പോ. വേണ്ട, ഞാൻ കുടിച്ചതാ. വരട്ടെ. പ്രഭാതവന്ദനം മിസ്റ്റർ രാജൻ. ഗുഡ് മോർണിംഗ്. ബൈക്കേന്ന് വീണ് കൈക്കെന്തോ അപകടം പറ്റുന്നത് കേട്ടല്ലോ. ആ, ചെറുതായിട്ട്. സൂക്ഷിക്കണ്ടേ? കൈയും കാലും ഒടിഞ്ഞാ പിന്നെ പോലീസുകാരെ എന്തിനു കൊള്ളാം? വരൂ, ഇരിക്കും. ആ, എന്നിട്ട് ചില കാര്യങ്ങൾ രാജനോട് പറയാനായിട്ടാണ് ഞാൻ വന്നത്. എന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാലേ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അഭിമാനമുള്ള ഒരു കുടുംബത്തിൽ പറഞ്ഞ ആളാണ് മിസ്റ്റർ രാജൻ. എനിക്കതിൽ സംശയമൊന്നുമില്ല. മാന്യമായി ജീവിക്കാനുള്ള സ്വത്തുക്കളും ഉണ്ട്. നാടിനെ സേവിക്കാൻ വേണ്ടിയാണ് രാജൻ ഈ ജോലി സ്വീകരിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ആളുകൾ അതും ഇതൊക്കെ പറയുമ്പോ എന്നെ കുറിച്ച് ആളുകളെന്ന് പറയാൻ ആളുകൾക്ക് പറയാൻ അല്പം പുക മതി. നിങ്ങളോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഞാനിതൊക്കെ തുറന്നു പറയുന്നത്. പക്ഷെ മേനോൻ കാര്യം പറയണം. ആ തൊമ്മന്റെ ഭാര്യ ഇവിടെ വന്നിരുന്നല്ലേ? വന്നിരുന്നു. അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. തൊമ്മന്റെ ഭാര്യ വെളുപ്പാങ്കാലത്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോവുക, അന്ന് തന്നെ തൊമ്മനെ വിട്ടയക്കുക, അതേക്കുറിച്ച് ആളുടെ പല സംസാരമുണ്ട്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്നെ കാണാൻ പലരും ഇവിടെ വന്നെന്ന് വരും. അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. എന്നെ പോലെ വിവരമുള്ളവരല്ലോ മറ്റുള്ളവര്. തൊമ്മൻ ആ കാര്യം പറഞ്ഞ് ഇപ്പോഴും ഭാര്യ ഉപദ്രവിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ പെൺകുട്ടിയെ കുറിച്ചും ആളുകളുടെ നല്ല അഭിപ്രായമല്ല. അവളുടെ കയറി ഇറങ്ങുന്ന കണ്ടാല് ആളുകൾ അതൊക്കെ പറഞ്ഞിരിക്കും. അവളൊരു നേഴ്സാണ്. എന്റെ കൈ ഡ്രസ് ചെയ്യാനാണ് അവൾ ഇവിടെ വന്നത്. സമ്മതിച്ചു. പക്ഷെ ഇതൊരു ചെറുപ്പക്കാരൻ താമസിക്കുന്ന വീടല്ലേ? ഇവിടെ പെണ്ണുങ്ങൾ കയറി ഇറങ്ങുന്ന അത്ര ശരിയല്ല. നിങ്ങളുടെ മകൾ ഇവിടെ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്, തനിച്ച്. അവക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. ഇത് അവിടെ വീടല്ലേ? പക്ഷെ ഇപ്പോഴും എന്റെ വീടാണ്. വാടകയ്ക്കാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. എന്റെ മോള് വരുന്ന പോലല്ല തൊമ്മന്റെ ഭാര്യ ഇവിടെ വരുന്നതും ആ അഴിഞ്ഞാട്ടക്കാരി നേഴ്സ് വരുന്നതും. ഇതൊക്കെ എന്റെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. എനിക്കും അല്പം വിരോധമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് നിമിഷവും എന്നോട് ഈ വീട് ഒഴിഞ്ഞു തരാൻ പറയാം. പക്ഷേ എന്റെ ഒഫീഷ്യൽ കാര്യങ്ങളിൽ നിങ്ങൾ അഭിപ്രായം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതല്ല മിസ്റ്റർ രാജൻ, നാട്ടുകാരുടെ മെഗഫോണായിട്ട് മിസ്റ്റർ മേനോൻ ഇവിടെ കടന്നു വരരുത്. അല്ല മിസ്റ്റർ രാജൻ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻസ്. യു ക്യാൻ ഗോ നൗ. യുവത്വത്തിന്റെ ചോരയാണല്ലോ ഞരമ്പുകളിലൂടെ ഒഴുകുന്നത്. എടാ മോനെ, ഈ അണലിയുണ്ടല്ലോ, എത്ര അടി കൊണ്ടാലും പെട്ടെന്ന് ചാവില്ല. അത് നീ ഓർമ്മ വെച്ചോ. ആ, എന്നിട്ട് നിനക്ക് രാജമുടി എസ്റ്റേറ്റ് ഞാനൊരു ജോലി ഏർപ്പാടാക്കിയിട്ടുണ്ട്. 2 ദിവസം ഞാൻ ശരിയാവും. വലിയ ഉപകാരമായി മുതലാളി. എനിക്ക് ഈ ചെറുപ്പക്കാരിങ്ങനെ ജോലിയില്ല നടക്കുന്ന കാണുന്ന വലിയ സങ്കടം. എല്ലാം ശരിയാകൂടാ, ഇതിരിക്കട്ടെ. അയ്യോ, എനിക്ക് വേണ്ട. നിനക്ക് ചായക്കും പീടിക്കും ഉള്ളതേ ഉള്ളടാ. രണ്ടാഞ്ചിട്ടോ മുതലാളി? എന്നാ വെച്ചോ. അന്നടെ നല്ലോ നീ വാങ്ങുന്നത്. നിന്റെ അച്ഛനെ ഞാൻ അങ്ങനെ കഴിഞ്ഞെന്ന് നിനക്കറിയോ? എനിക്കൊരു ജോലി കിട്ടുമ്പോ ഈ രൂപ ഞാൻ തിരിച്ചു തന്നോളാം. അതൊന്നും വേണ്ട തമ്പി. ഒരു ദിവസം ഞാൻ ഇതുപോലെ എത്ര പേരെ സഹായിക്കുന്ന നിനക്കറിയാവോ? ഇത്രയൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ മനുഷ്യന്ന് പറഞ്ഞ് ജീവിച്ചിട്ടുണ്ടെന്നടാ കാര്യം. അത് ശരിയാണ് മുതലാളി. എന്നാ ഞാൻ പറ്റേ. ആ, നീ 2 ദിവസം കഴിഞ്ഞ് വരണം. ഞാൻ വരാം. ആ എന്നാ ചെല്ല. ആ എടാ തമ്പി, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. വാ. നിങ്ങളുടെ കുടുംബത്തിന് ഒരു അപമാനം ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാനൊക്കാത്ത കാര്യമാണ്. നിനക്ക് വിവരമുള്ളതുകൊണ്ട് പറയാ, മനസ്സിൽ തന്നെ ഇരുന്നാ മതി. നേഴ്സുമാരെ കുറിച്ച് ആളുകൾ അതൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന സാധാരണയാണ്. നിന്റെ പെങ്ങളെ കുറിച്ചും ആളുകൾ അതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ആളുകൾ വെറുതെ പറയുന്ന മുതലാളി. ഞാനും ആദ്യം അങ്ങനെയൊക്കെയാണ് കരുതിയത്. പക്ഷെ ഇന്നലെ ഞാൻ ചില കാര്യങ്ങൾ നേരിട്ട് കണ്ടു. അപ്പൊ തുടങ്ങി എന്റെ മനസ്സിനൊരു വിഷമം. തെക്കേടത്തെ ഗോവിന്ദന്റെ മകള് വഴിവഴിച്ചു പോകുന്നത് എനിക്ക് പ്രയാസമുള്ള കാര്യമാണ്. കാര്യം എന്താണെന്ന് തുറന്നു പറയൂ. അല്ല, നീ അവിടെ ചെലവിൽ കഴിയുമ്പോ നിനക്കത് നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നീ ഒരാണല്ലേ, നിന്നെ ആളുകൾ പുച്ഛിക്കരുതല്ലോ. തെളിച്ചു പറയൂ മുതലാളി. ആ പുതുതായി വന്ന പോലീസ് ഇൻസ്പെക്ടർ രാജനും നിന്റെ സഹോദരി ഗീതയും തമ്മിൽ എന്തോ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അവളവിടെ കയറി ഇറങ്ങുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാ. ആ
ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച് നേഴ്സല്ലേ വല്ല ഇഞ്ചക്ഷൻ എടുക്കാനോ മറ്റോ പോവായിരിക്കും. പക്ഷെ ഇതല്ല. നീ ഒന്ന് ഓർത്ത് നോക്കി. നിന്റെ പെങ്ങളി എന്ന് പറഞ്ഞപ്പോ അവൻ നിന്നെ വിട്ടു. അതുപോലെ തൊമ്മന്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോ അവൻ തൊമ്മനെ വിട്ടു. പെണ്ണുങ്ങളായാലും ഒരു ബലഹീനതയാണ്. പാവം പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻസ്പെക്ടറിലെ എന്ന് വിചാരിച്ച് പേടിച്ച് അവര് പറയാത്തതാ. മുതലാളി പറയുന്നത് സത്യമാണോ? ഞാൻ എന്തിനാണ് അതിനോട് കള്ളം പറയുന്നത്? അയാൾക്ക് വീട് കൊടുത്ത് തന്നെ തെറ്റായി പോയെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. ഞാൻ പോകുന്നു മുതലാളി. ആ, നീ അവിടെ നിന്ന് ബഹളമൊന്നും ഉണ്ടാക്കണ്ട. അവളെ ഒന്ന് ഗുണദോഷിച്ചാ മതി. ഇൻസ്പെക്ടർ സാറേ, അണരി ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഹലോ, എന്താടാ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ഇന്ന് നിന്റെ ആശ്രമത്തിൽ വന്ന് നിന്നെ ഒന്ന് വധിക്കാമെന്ന് വിചാരിച്ചു. തന്നെയുമല്ല, നീ എന്റെ പേഷ്യന്റ് ആണല്ലോ. ഇവരെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? എങ്ങനെയുണ്ട്? ഇന്ന് ഡ്രസ് ചെയ്തില്ലേ? ഇല്ല. എന്താ? എന്നും രാവിലെയാണ് ആ കുട്ടി വരാറ്. ഇന്നെന്തോ കണ്ടില്ല. രാവിലെ വരാത്ത സ്ഥിതിക്ക് വൈകിട്ട് വരാതിരിക്കില്ല. ആ, നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ? എടാ, ഈ സമയത്ത് ആരെങ്കിലും കാപ്പിയോ ചായയോ കുടിക്കൂടാ? നീ കഴിക്കില്ലെന്ന് വിചാരിച്ച് ഈ കഴിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയെങ്കിലും ഒരു കുപ്പി വാങ്ങിച്ചു വെച്ചൂടെ? അങ്ങനെയുള്ള ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. നിന്റെ കാര്യം പോക്ക. എടാ, ആണുങ്ങളായാൽ ഇങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സ് എല്ലാം കുറേശ്ശെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിലേ നമ്മളിവിടുന്ന് കെട്ടും കെട്ടി മേളിൽ ചെല്ലുമ്പം ദൈവം നമ്മോട് ചോദിക്കും, നീ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തെന്ന്. എന്തോ പറയും? അല്ല, നീ എന്തോ പറയും. അതുകൊണ്ട് എന്റെ പൊന്നളിയൻ, നമ്മൾ ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും കുറേശ്ശെ ചെയ്തിരിക്കണം. ചിരിക്കണ്ട. നിന്റെ മുഖം കണ്ടിട്ട് നീ എല്ലാ ക്രിയകളും ചെയ്യുന്ന ലക്ഷണം ഉണ്ടല്ലോ. അറിയാ, അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ എന്നെ കൂടെ വിളിക്കണേ. എടാ, നിനക്ക് എപ്പ കണ്ടാലും ഈ രണ്ട് കാര്യങ്ങളില്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? ഇതിനൊക്കെ വേണ്ടി അല്ലേടാ നമ്മൾ ജീവിക്കുന്നത് തന്നെ. ആ, പിന്നെ നിന്റെ താമസമൊക്കെ എങ്ങനെയുണ്ട്? അസൗകര്യം വല്ലതും ഉണ്ടേ പറയണം, നമുക്ക് വീട്ടിലേക്ക് മാറാം. എനിക്ക് ഇത് തന്നെ അധികമാണ്. അല്ല, ക്ഷണിച്ചില്ലെന്ന് വേണ്ട. കൊട്ടാരം പോലൊരു വീടാണ് എന്റേത്, എ പാലസ്. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മുറികളെല്ലാം മനുഷ്യഗന്ധം ഏൽക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്നാ നീ ഒരു കല്യാണം കഴിക്കും, വീട്ടിലാളാകട്ടെ. ഛോ, ഇവനൊരു ഫൂളാണല്ലോ. എടാ, അല്പം മധുരം കഴിക്കാൻ വേണ്ടി ആരെങ്കിലും ഷുഗർ ഫാക്ടറി തുടങ്ങും. പിന്നെ എന്റെ കാര്യം മുറ പോലെ നടക്കാൻ വേണ്ടി ഞാൻ മഹത്തായ ഒരു സ്ഥാപനം തന്നെ നടത്തുന്നുണ്ട്. സ്ഥാപനം? ഹോസ്പിറ്റൽ. സുന്ദരികളായ നഴ്സുമാർ എന്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോ ഞാൻ എന്തിനാടാ അളിയാ കല്യാണം കഴിക്കുന്നത്? എന്നാലും അതൊരു ജീവിതമാവില്ലല്ലോ. അയ്യോ, ഒരു കാര്യം മറന്നു. നീ പുറത്തേക്ക് വരുന്നു? ഇല്ല, ഞാൻ വരുന്നില്ല. നീ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ സമയം കിട്ടുമ്പോ വീട്ടിലേക്ക് വന്നാൽ അമ്മയുടെ കൈ കൊണ്ട് പാകം ചെയ്ത നല്ല രഹസ്യം ചാപ്പാട് കഴിക്കും. ഞാൻ വരാം. ഞാൻ ഇറങ്ങട്ടെ. സുന്ദരികളായ നഴ്സുമാർ എന്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോ ഞാൻ എന്തിനാടാ അളിയാ കല്യാണം കഴിക്കുന്നത്? സർ, രാവിലെ കണ്ടില്ലല്ലോ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ലേറ്റായി. നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. സുന്ദരികളായ നഴ്സുമാർ എന്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോ ഞാൻ എന്തിനാടാ അളിയാ കല്യാണം കഴിക്കുന്നത്?
ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ഗീതയ്ക്ക് ഇവിടെ വരാൻ പേടിയില്ലേ? ഇല്ല. അതെന്താ? സാർ അങ്ങനെയുള്ള ആളല്ലെന്ന് എനിക്കറിയാം. കോംപ്ലിമെന്റ്സ് നന്ദി. എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ. ഫോർ എക്സാമ്പിൾ, ഗീത ഒരു പുരുഷൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ ഇതുപോലെ ഇഞ്ചക്ട് ചെയ്യാനോ ഡ്രസ് ചെയ്യാനോ ചെന്നു എന്നിരിക്കട്ടെ. ആ പുരുഷൻ ഗീതയോട് അപമര്യാദയായിട്ട് പെരുമാറിയാൽ ഗീത എന്ത് ചെയ്യും? എന്റെ മനസ്സോടെ അല്ലാതെ എന്നെ ജീവനോടെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അങ്ങനെ ഉണ്ടായാൽ ആ നിമിഷം ഞാൻ മരിച്ചിരിക്കും. ഗീതയ്ക്ക് അത്ര ധൈര്യമുണ്ടോ? ധൈര്യമല്ല സർ, അഭിമാനമാണ് അങ്ങനെ ചെയ്യിക്കുന്നത്. മുറി ഉണങ്ങിയിട്ടുണ്ട്, ഇനി ഡ്രസ് ചെയ്യണമെന്നില്ല. ഞാൻ മറ്റേ സർ. ഗീതേ, ഗീത എന്നെ സാറെന്ന് വിളിക്കുന്നതിനേക്കാൾ രാജേട്ടൻ എന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം. ആ വിളി എന്നും കേൾക്കണമെന്നാണ് എന്റെ ആഗ്രഹം. വരട്ടെ.